ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനി ഇങ്ങനെ അവിടെ കുടിച്ചതായിട്ടോ അല്ലാണ്ടായിട്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്ന് അനിയെ വിളിച്ചു. അനി അതൊന്നും അറിയുന്ന പോലുമില്ല. അതുപോലത്തെ ഏതാണ്ട് സാധനം വലിച്ചു കയറ്റിയേക്കുന്നതെന്ന് പറഞ്ഞാൽ സാർ അവിടെ നിൽക്കും. അപ്പോഴാണ് നയനയും ആദർശം കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. എടാ, അതിനേക്കാളും പെരുപ്പുണ്ടാക്കുന്നുണ്ട് നീ ഇപ്പം ഞങ്ങളുടെ തലയ്ക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാരനോട് എൻ്റെ തലയ്ക്ക് നല്ല പെരുപ്പാണ് നീ അനി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് വന്ന് ആദർശ് ഇത് പറയുമ്പോൾ ഏട്ടനും ഏട്ടത്തെയും വന്നായിരുന്നോ എന്ന് ചോദിച്ചു. ആദർശേട്ടാ വേണ്ട എന്നും പറഞ്ഞ് നയന ഇങ്ങനെ ആദർശനോട് ഇച്ചിരി ഒതുങ്ങാൻ പറയുമ്പോൾ നീ എന്തിനുള്ള പുറപ്പാടാന്ന് ചോദിച്ചു ആദർശ് എന്നോട്. നീ ഈ കോലത്തിൽ എങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ട് ചെല്ലുന്നതെന്ന് ചോദിക്കുമ്പം എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടൊന്നും പോവണ്ട, ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞോളാമെന്ന് അനി പറയാം. അത് കേട്ടപ്പോൾ ആദർശും നയനയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ നയന ചോദിച്ചു ആരെ കാണാനാ ഇവിടെ കഴിയുന്നതെന്ന്. ഏട്ടത്തി, മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ളൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നും പിന്നെ അതിന് ഞങ്ങൾ ഫൈൻ അടച്ചോളാം, നീ ഇപ്പം തന്നെ ഞങ്ങളോടൊപ്പം വന്നേ പറ്റുള്ളൂ എന്ന് ആദർശം നേരം പറഞ്ഞു. എന്നും പറഞ്ഞ് അനി. അപ്പോഴേക്കും സാറിൻ്റെ അനിയനല്ലേ ഇതെന്നും ചോദിച്ചുകൊണ്ട് ASI സാർ ഇറങ്ങി വന്നു. അതേന്ന് പറഞ്ഞു. സാറിൻ്റെ ഈ അനിയൻ മേഡത്തിന് തലവേദന ആയിരിക്കുകയാണെന്നും മേഡത്തിന് മാത്രമല്ല ഞങ്ങൾക്കും അങ്ങനെയാണെന്ന് അദ്ദേഹം പറയുവാണ്. ചില നേരത്തെ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി ആ മേഡത്തെ ശല്യം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ചൂളിപ്പോയി നമ്മുടെ ആദർശം. എന്താണ് നീ ഇങ്ങനെയൊക്കെയെന്ന് നേരം നയന ചോദിച്ചു. ഞാൻ അങ്ങനെ സ്ഥിരം മദ്യപാനിയൊന്നും അല്ലെന്ന് ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ എന്നും പിന്നെ പോലീസ് ചെക്കിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ആ വഴി ഞാൻ വണ്ടി ഓടിച്ച് വന്നതെന്നും നമ്മുടെ അനി നയനയോട് പറയുന്നു. നിനക്ക് എന്തിൻ്റെ കേടാടാന്ന് ആദർശം നേരം ചോദിച്ചു. നീ എത്രയൊക്കെ ശ്രമിച്ചാലും നീ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് ആദർശ് പറയുമ്പം ഏട്ടാ, ഞാൻ മര്യാദയ്ക്കേ ജീവിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ തറവാടിന് ഞാനൊരു അപമാനമാണെങ്കിൽ എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിക്കോളാൻ പറഞ്ഞു അനി. പിന്നെ കുടിയനായ എന്നെ ബ്രാഞ്ചുകളുടെ ചുമതലകളിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിക്കോളാനും അനി ആദർശനോട് പറയുവാണ്. ഞാൻ ഈ താടിയും മുടിയൊക്കെ വളർത്തി വല്ല കവിത എഴുതി ജീവിച്ചോളാമെന്ന് പറയുമ്പോൾ മൊരയ്ക്ക് നീ ഇങ്ങോട്ട് വരാൻ നോക്കും വാടാന്നും പറഞ്ഞ് ആദർശ് പിടിച്ച് വലിക്കുമ്പോൾ അനി വരില്ല എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നു. പക്ഷെ പിടിച്ച് വലിച്ച് ആദർശ് കൊണ്ടുപോയി. ആദർശ് നയനയും അനിയും പോയി കഴിഞ്ഞപ്പം ഇവർക്കൊക്കെ ഇടയിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ചെറുക്കൊരു മേടത്തോട് മുടിഞ്ഞ പ്രേമമാണെന്നാണ് തോന്നുന്നതെന്ന് ASI സാർ അടുത്ത ആളോട് പറയുക. അനന്തപുരിയിലെ പയ്യനാ. മേടം ഒന്ന് മനസ്സ് വെച്ചാൽ SI പണി കളഞ്ഞിട്ട് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാമെന്നൊക്കെ ഇവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളും രക്ഷപ്പെടും എന്നൊക്കെ ഈ സാറന്മാർ അവരിവിടെ വരുന്നതിന് മുൻപ് 10 കാശ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാ. ഇപ്പം കീശ കാലിയായി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് പോയ സമയത്ത് നമ്മുടെ അനി ആദർശനോട് പറയണം നന്ദുവിനോട് യാത്ര പറഞ്ഞില്ല, നന്ദു അല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അപ്പം പിന്നെ നന്ദുവിനോട് യാത്ര പറഞ്ഞിട്ട് പോകുന്നതല്ലേ അതിൻ്റെതായ ശരിയെന്ന്. SIയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനി അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. അപ്പം എന്നാലും അത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞ അനി. ഏത് അത്? അപ്പോൾ എടാ നിന്റെ കരണടിച്ചാൽ പൊട്ടിക്കും, മര്യാദ വണ്ടി കയറാമെന്ന് ആദർശ് പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അനി. അപ്പോഴേക്കും ദേ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വരുന്നു. അതേ ആൾ വരുന്നുണ്ട് എന്നും പറഞ്ഞ് അനി കാണിച്ചു കൊടുക്കുക. വലിയ SI ആയ ശേഷം നമ്മുടെ ഫോൺ എടുക്കാനും സംസാരിക്കാനൊക്കെ വലിയ പാടാ. നേരിട്ട് വന്നാലോ മുഖം തരത്തുമില്ല എന്നും പറഞ്ഞ് അനി ഇങ്ങനെ നന്ദുവിനെ ചൂണ്ടിക്കാണിച്ച് ഇവരോട് പറയുന്നു. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് നന്ദു ഇരിക്കുന്നത്. അങ്ങനെ ഒരാളുടെ വില നീയായിട്ട് വന്ന് കളയരുതെന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്നോ ഞാനായിട്ട് കളയുന്നില്ലേ, ഇടയ്ക്ക് ഇവിടെ വരും, SI ഇറങ്ങി പോകുന്നത് നോക്കി നിൽക്കുക മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അനി ഇങ്ങനെ ഇവരോട് പറയണം. പിന്നെ അപ്പോൾ ഈ രാജ്യത്തെ ഒരാൾ നോക്കാൻ പാടില്ല എന്ന് നിയമവും വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ അനാവശ്യമായിട്ട് വരുന്നത് കുറ്റം തന്നെയാണെന്ന് നന്ദു അന്നേരം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വകുപ്പുണ്ടാക്കിയിട്ട് എന്നെ പിടിച്ചങ്ങ് അകത്താക്കിക്കോളാൻ അനി നന്ദുവിനോട് പറഞ്ഞു. നിനക്ക് നല്ല തല്ല് തരിക വേണ്ടതെന്ന് ആദർശ് പറയുമ്പം ആയിക്കോട്ടെ, ഇന്ന് തന്നെ ഇവളിവിടെ കൊണ്ടുവന്നിട്ട് ഭീഷണി കൊണ്ട് സംസാരിച്ചതല്ലാതെ ദേഹത്ത് കൈവച്ചിട്ടൊന്നും ഇല്ല എന്നും അതിലെനിക്ക് വലിയ വിഷമമുണ്ടെന്നൊക്കെ അനി പറയണു. പോലീസുകാരെ ശല്യം ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള അധികാരം അവകാശവും പോലീസുകാർക്കില്ലേ, അതും പ്രത്യേകിച്ച് ഒരു വുമൺ SIക്ക്. അനി നീ ഇത് എന്ത് ഭാവിച്ച് നടക്കുന്നതെന്ന് നയനെ അന്നേരം ചോദിച്ചു. ഇവൻ്റെ കെട്ടുപോയിട്ടില്ല, ഇപ്പോഴും ഫിറ്റാണെന്ന് ആദർശ് അന്നേരം പറഞ്ഞു. ഈ പരുവത്തിൽ ഇവനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെ ആദർശിട്ടെ കൊണ്ടുപോകാതിരിക്കുന്നത്, കൊണ്ടുപോയി കാണിക്കും എല്ലാവരെയും. ഇതാണ് മൂർത്തി സാറിൻ്റെ കൊച്ചുമോനെന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നന്ദു അന്നേരം പറഞ്ഞു. അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്ദു, പക്ഷെ അതിൻ്റെ പേരിൽ വിഷമിക്കുന്നത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആയിരിക്കും എന്ന് ആദർശ് അന്നേരം പറയുക. അത് മാത്രമാണോ, ഇവൻ കുടിച്ച് നടക്കുന്നത് നീ കാരണമാണെന്ന് പറയാൻ അവിടെ ആൾക്കാരുണ്ടെന്നും
നയന അന്നേരം പറഞ്ഞു, എന്തിനാ അനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതെന്ന് നന്ദു ചോദിക്കുമ്പം, അതെ നീയാണ് ചിന്തിക്കേണ്ടതെന്ന് നന്ദുവിനോട് അനി. ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കാണാനൊന്നും ഞാൻ വരത്തില്ല എന്ന് അനി നന്ദുവിനോട് പറയുക. നന്ദു ഒരു കാരണവശാലും ഇവൻ്റെ കോൾ എടുക്കരുതെന്ന് ആദർശം. എടാ വന്ന് വണ്ടിയിലോട്ട് കയറടാ, വാടാ ഇങ്ങോട്ടൊന്നും പറഞ്ഞ് ആദർശം പിടിച്ച് വലിച്ച് അനിയെ കൊണ്ടുപോവുക. അപ്പോൾ ചെകുത്താനും കടലിനും നടുവിൽ നിൽക്കുന്ന ഇപ്പോൾ നമ്മുടെ നന്ദുവാണെന്ന് സാരം. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇതൊന്നും കണ്ടിട്ട്, നിന്റെ മനസ്സ് മാറിയേക്കരുതേ മോളെ, നീ നിന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നാൽ മതി, നിന്റെ മനസ്സിളക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നയന പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അവനെ ഭയം ചേച്ചി, അവൻ രണ്ടും കൽപ്പിച്ചാൽ പോകുന്നതെന്ന് നന്ദു പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മോളെ എന്നും പറഞ്ഞ് നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനി വണ്ടിയിലിരുന്ന് ആദർശനോടൊക്കെ പറയുകയാണ്, മദ്യം ഒരു ഇച്ചിരി അകത്തേക്ക് ചെല്ലുമ്പോഴേ അറിയാതെ കവിത മനസ്സിലേക്ക് വരികയായിട്ടാന്ന്. നിന്റെ കവിതയെ നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി, അടുത്ത് പുറത്തോട്ട് തള്ളി വിടണ്ടാന്ന് പറഞ്ഞു ആദർശൻ. അപ്പോൾ ഒരു പ്രേമഗാനം എനിക്കിപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോൾ മിണ്ടായിരിക്കട്ടെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് രണ്ടോ ഒച്ചവയ്ക്കല്ലേ. ഇതൊക്കെ കേട്ട് നയനയും അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. നന്ദു പുറത്ത് വല്ലാത്ത ഇതിലിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ അനി പോയിട്ട് വരാൻ ഡിയർ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനോട് തല പുറത്തിട്ടിട്ട് കൈ കാണിക്കുക. അപ്പോൾ ആദർശ് പറഞ്ഞു, എടാ തല അകത്തിട്ടില്ലെങ്കിലേ നിന്റെ കഴുത്ത് അങ്ങ് പോകുമെന്ന്. അപ്പം ടാറ്റാന്നും പറഞ്ഞ് ഇവരങ്ങ് പോയി കേട്ടോ. നന്ദുവിന് ആകെ സങ്കടമായി, ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് ഇവരിങ്ങനെ പോരുന്ന സമയത്ത് വഴിയിൽ വണ്ടി ആദർശം ഉണ്ടെന്ന് നിർത്തി. എന്നിട്ട് നയനയെ നോക്കുക. ഇവനെ കുറച്ച് മോര് വാങ്ങിച്ചു കൊടുക്കാവെന്നും പറഞ്ഞ് വണ്ടി നിർത്തിയതാണ്. എന്നിട്ട് ആദർശ ഒരു കടയിൽ കയറി മോര് മേടിക്കാനായിട്ട്. അപ്പോഴേക്കും നയനെ ഇങ്ങനെ അനിയുടെ അടുത്ത് നിൽക്കുക കേട്ടോ. ആദർശ് മോര് മേടിച്ചുകൊണ്ട് വന്നു. അപ്പം അനി നല്ല ഉറക്കം. എടാ എഴുന്നേക്കടാ അനി, എഴുന്നേക്കാൻ പറഞ്ഞ് അനിയെ നിർബന്ധിച്ച് വിളിച്ച് ഏൽപ്പിക്കാം. അപ്പോൾ നീ ഇത് കുടിക്കാൻ പറഞ്ഞു. എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിലെ അവരൊക്കെ ഉറങ്ങി കാണും. ഇനി അബദ്ധത്തെങ്ങാനും അവർ എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ നിന്നെ ഈ കോലത്തിൽ കണ്ട് അവർക്ക് സഹിക്കല. കുടിക്കടാമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് അനിയെ കൊണ്ട് കുടിപ്പിക്കുക. നീ അത് മുഴുവൻ കുടിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് ആദർശ് അനിയെ കൊണ്ട് ആ മോരും വെള്ളം മുഴുവൻ കുടിപ്പിക്കുക കേട്ടോ. അങ്ങനെ അതും കുടിപ്പിച്ചു. ആ ഒരു സമയത്ത് ആദർശ് ഗ്ലാസ് അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പം, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടുന്നത്, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് നയന അനിയോട് ചോദിക്കുമ്പം, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അവളോട് ചോദിക്കണം. അവളൊന്ന് മനസ്സ് വെച്ചാൽ ഞാനൊരു കുടിയനാവത്തില്ല എന്ന് അനി പറയാം. അനിയുടെ കുടി മാറ്റാൻ വേണ്ടിയിട്ട് അവളുടെ സ്വഭാവം ഒന്നും മാറ്റാൻ പോണില്ല എന്ന് പറഞ്ഞു നയനെ അന്നേരം. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ സ്വഭാവവും മാറ്റത്തില്ല എന്നും പറഞ്ഞ് അനി ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ആദർശം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇവനെന്താ പറയുന്നതെന്ന് ചോദിച്ചു. എന്തു പറയാനാ, ഇപ്പം എന്തു പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ, നീ കയറി പോകാം എന്നും പറഞ്ഞ് ആദർശം എന്നിട്ട് നയനെയും വിളിച്ച് വണ്ടി കയറ്റി ഇവർ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജയനും ദേവയാനിയും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. ആ സമയം എന്തായി ജയേട്ടാ, പിന്നെ അവരെങ്ങാനും വിളിച്ചോന്ന് ചോദിച്ചു ദേവയാനി ജയനോട്. അവരുടനെ എത്തും, കൂടെ അനിയും ഉണ്ടെന്നാ പറഞ്ഞതെന്ന് ജയൻ പറയുമ്പം, അല്ല അവനിത് എവിടെ പോയതാണെന്ന് ചോദിച്ചു ദേവയാനി. ആർക്കറിയാം, 10 മണിക്ക് മുന്നേ വീടിനകത്ത് കയറുന്നവനായിരുന്നു, ഇപ്പോൾ വരുന്നതും പോകുന്നതൊന്നും നമ്മളാരും അറിയുന്നില്ല എന്ന് ജയൻ പറയുവാണ്. അവനാണെങ്കിലോ ബ്രാഞ്ചിലോട്ട് തിരിഞ്ഞു നോക്കുന്നതുമില്ല. കഴിഞ്ഞ 1-2 ദിവസം അജയനാണ് അവിടെ പോയി ഇരുന്നതെന്നും ഇടയ്ക്ക് ഞാനും പോയി ഇരിക്കുന്നുണ്ടെന്ന കാര്യവും ജയൻ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ അവനവിടെ വന്നാലും ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് മാനേജർമാർ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളൊക്കെ തന്നെയാണെന്ന് ദേവയാനി അന്നേരം. അവൻ്റെ വിഷമം എന്താണെന്ന് അവനല്ലേ അറിയത്തുള്ളൂ എന്നും പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അവർ വന്നല്ലോ എന്നും പറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് നല്ല ഉറക്കവും അനി വണ്ടിക്കകത്തിരുന്നു. അപ്പോൾ ആദർശ് വിളിച്ചു, എടാ എഴുന്നേക്കടാ, വീടെത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ, ആരുണ്ടെങ്കിലും നിൻ്റെ ഈ ഒരുമാതിരി സ്വഭാവം അവിടെ കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇറങ്ങി വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ആദർശ് വിളിച്ചുകൊണ്ട് വരിക. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചിങ്ങനെ കൊണ്ടുവരും. അനി ഇങ്ങനെ ആടിയാടിയാണ് വരുന്നത്. കയറി ചെല്ലുമ്പോഴേക്കും അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നത് കണ്ടു. ഏട്ടൻ ഇത് എന്ത് പണി കാണിച്ചതെന്ന് അനി അന്നേരം ചോദിച്ചു. 2 ആളും കാണണോ അനി, നിന്നെ കണ്ടേ പറ്റൂ, ഈ ഒരു അവസ്ഥയിൽ തന്നെ നിന്നെ കാണണമെന്ന് പറഞ്ഞപ്പം ഇല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. എടാ വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞിങ്ങനെ ആദർശ് പിടിച്ചു വലിച്ച് കൊണ്ടുപോകുക അനിയെ. ദേവയാനിയും ജയനും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ കാണും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ് അനി അങ്ങനെ പോകാൻ കൂട്ടാക്കാതെ നിന്നത്. അപ്പോൾ എന്താടാ പറ്റിയെന്ന് ദേവയാനി ഇത് കണ്ടപ്പോൾ ചോദിച്ചു. ഇവനെന്തെങ്കിലും അവശതയുണ്ടോടാ? ഇവനെ നല്ല അവശതയുണ്ട്, നല്ല അടി കിട്ടാത്തതിൻ്റെ അവശത, നല്ല തളർച്ചയാണെന്ന് നയനി അന്നേരം പറഞ്ഞു. അതുകൊണ്ട് വഴിയിൽ നിന്ന് മോരൊക്കെ കുടിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ, മോരോ ഒന്നും ചോദിച്ച് ദേവയാനി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവനെന്താ കള്ളു കുടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു ജയൻ. കുടിച്ചേ, നല്ല ഫോമിലാണ് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നത്, പിന്നെ നന്ദു വിളിച്ചു പറഞ്ഞത് അവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്ന് ആദർശ് പറയണു. ഇവനെ കൂട്ടിക്കൊണ്ട് വരാനാ ഞങ്ങൾ 2 പേരും പുറത്തേക്ക് പോയതെന്നും പറഞ്ഞു നമ്മുടെ ആദർശ. എന്താണ് ഇതൊക്കെ, നിന്റെ മുത്തശ്ശിക്കും നിനക്ക് ഈ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് ദേവയാനി ഓടിച്ചെന്ന് നമ്മുടെ അനിയുടെ ഷർട്ടിൻ്റെ കോളറിന് കയറി പിടിച്ചു. അപ്പോഴേക്കും ജയൻ ദേവയാനി വേണ്ട നീങ്ങിക്കാൻ പറഞ്ഞ് മാറ്റി നിർത്തണം.
ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ ചോദിക്കാനുള്ളതൊക്കെ നാളെ രാവിലെ ചോദിക്കാം, ഇവനെ കൂടെ കിടത്ത ആദർശം എന്ന് പറഞ്ഞു. വാടക ഇങ്ങോട്ടെന്നും പറഞ്ഞ് ആദർശ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക. അപ്പോൾ ഈ സമയത്ത് എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിച്ചു. മനഃപൂർവ്വം മദ്യപിച്ചത് അമ്മേ, നന്ദു ചെക്കിങ് നടത്തുകയാണെന്ന് അറിഞ്ഞിട്ട് മദ്യപിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് ചെല്ലുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് അവരിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവനെ പണി ചെയ്തത്. ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുമ്പോഴെങ്കിലും നന്ദുവിനെ കാണാലോ എന്ന് അവൻ പറയുന്നത്. ഷൂ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അവർ രണ്ടുപേരും. നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. ഇപ്പോഴും അനി നന്ദുവിൻ്റെ പിന്നാലെ നടക്കുക തന്നെ, മുൻപെങ്ങും ഇല്ലാത്തതുപോലെ എന്ന് പറയുമ്പം അവനങ്ങനെ മദ്യപിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ മോളെ. അനിയുടെ കല്യാണത്തിൻ്റെ തലേദിവസമാണ് ആദ്യമായിട്ട് അവൻ മദ്യപിച്ചത്. അതിനുശേഷം ഇന്നാണെന്ന് അവൻ്റെ കൂട്ടുകാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. രാകേഷിനെ ഇടയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ ദേവേ, അനി കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവൻ്റെ പെണ്ണിനെ കൊണ്ട് പറ്റില്ല എന്നും പിന്നെ നിന്നെ അച്ഛനെയാണ് അവൻ ആകെ പേടിയുള്ളതെന്ന കാര്യവും ജയൻ പറയുവാണേ. അച്ഛനോടും ഒന്നും പറയാൻ പറ്റില്ല, നീ നാളെ അവനോടൊന്ന് സംസാരിക്കണമെന്ന് ജയൻ പറഞ്ഞു കൊടുക്കണം. അത് കേട്ടപ്പോൾ അനി പിന്നാലെ നടന്നാലും നന്ദുവിൻ്റെ മനസ്സ് മാറരുതെന്ന് പറയണേ മോളെ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടമ്മേ. അവൾ നമ്മുടെ വാക്കൊക്കെ കേൾക്കുന്നുമുണ്ട്. പക്ഷേ അനി ഈ രീതിയിൽ പോയാൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നയന ഇവരോട് ചോദിക്കുക. ഇവരാകെ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുവാണ്. മോള് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആദർശിനെയും നയനയെയും അനിയെയും കൂടി ഇവർ 3 പേരും കൂടി പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ദേവയാനിയും ജയനും കൂടി അനി ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടിയാണ് നന്ദു എന്ന ആദർശ് പറഞ്ഞതെന്നുള്ള കാര്യം ജയൻ അന്നേരം ദേവയാനിയോട് പറയുന്നു. അങ്ങനെ അവൻ അവളെ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് അറുത്ത് മുറിച്ച് കളയാനേ വലിയ ബുദ്ധിമുട്ടാണ് ദേവയാനി എന്ന് പറഞ്ഞു കേട്ടോ ജയനെ. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മകള്, അതായത് നമ്മുടെ അനാമിക മോൾ അവിടെ ഇരിക്കുക. അപ്പോൾ രേവതിയൊക്കെ അടുത്തുണ്ട്, അച്ഛനും ഉണ്ട്. രണ്ടെണ്ണങ്ങളും കൂടെ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുകയാണ് മകൾക്കരികിൽ. മോൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നും പറഞ്ഞ് അവിടെ പലരും മോളെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ടെന്നും പറഞ്ഞ് മകളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ടാണ് അച്ഛനും അമ്മയും നോക്കുന്നത്. അതുമാത്രമല്ല, സ്വർണ്ണ നെക്ലേസ് മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നും നന്ദുവിനില്ലായിരുന്നു. പിന്നെ അവൾ അങ്ങനെ ചെയ്തത് നമ്മളെ പ്രതികളാക്കാനും അതിലൂടെ നിന്നെ പുറത്താക്കാനും വേണ്ടി തന്നെയാണെന്ന കാര്യം ഇയാൾ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോഴും അനിയുടെ അമ്മ വിളിച്ചായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അവർ ചിന്തിക്കുന്നുണ്ട്. നോക്ക്, ഒരു കാരണവശാലും മോള് വീട് വിട്ട് നിൽക്കരുതെന്ന് അനിയുടെ അമ്മ പറയുന്നതെന്ന് പറയുമ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വർണം വിറ്റതിനെ പറ്റി ആയിരിക്കും വലിയ മോരെന്ന് ചോദിക്കാൻ പോകുന്നതെന്ന് അനാമിക. അവരിപ്പം മരുമോള് പറയുന്നതേ കേൾക്കത്തുള്ളൂ എന്ന് വെച്ചാൽ അവരുടെ കരളാണല്ലോ അമ്മായിയമ്മയുടെ ജീവൻ നിലനിർത്തിയതെന്ന് രേവതി പറയുമ്പോൾ മോളെ, അവളുമാരെല്ലാ തരത്തിലും നന്ദിനു വേണ്ടി സ്വാധീനിക്കുന്നുണ്ട്. ആ സമയത്ത് നീ ഇങ്ങനെ മാറി നിന്നാൽ നിനക്കേ നഷ്ടം വരികയുള്ളൂ എന്നുള്ള കാര്യം പറയുക അച്ഛൻ മോളോട്. അതുകൊണ്ടാണ് നിന്നോട് അങ്ങോട്ട് പോകാൻ ഞാൻ ഈ പറയുന്നത്. അനിയുടെ വല്യമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു എനിക്ക് ഇതുവരെ. അവർ മറുപക്ഷത്തായതോടെ പഴയതുപോലെ പിടിച്ചു നിൽക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അനാമിക. ഇപ്പോഴല്ലേ മോളെ നമ്മൾ അറിയുന്നത് ദേവയാനി നയനയുടെ കൂടെയാണെന്ന്. പിന്നെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് മാസം കുറേ ആയതല്ലേ. അതറിയാതെ മോൾ അവിടെ ഇത്രയും കാലം ജീവിച്ചില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ ആത്മവിശ്വാസക്കുറവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. എന്ത് ചെയ്യാനാ, അവളുടെ ഭർത്താവ് പേരുദോഷം കേൾപ്പിച്ചിട്ടും അവൾക്കൊരു കുഴപ്പമില്ല എന്ന് അനാമിക. അവിടെയാണ് മോൾ ശരിക്കും ചിന്തിക്കേണ്ടത്. എന്തൊക്കെ സംഭവിച്ചാലും അവളുമാരൊന്നും അനന്തപുരി തറവാട് വീട്ടു പോകാനായിട്ട് പോണില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നഷ്ടം അവളുമാർക്കുണ്ടാകുമെന്നേ അവളുമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. മോളുടെ കാര്യം അങ്ങനെയൊന്നും അല്ല. ഇന്നല്ലെങ്കിൽ നാളെ മോൾ ആ വീട് വിട്ട് പോരും. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മോൾ അവിടെ കടിച്ചു തൂങ്ങാൻ ഞങ്ങൾ ഈ പറയുന്നത്. അതെ, നാളെ പടിയിറങ്ങേണ്ട മോളെ ഇനി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കുണ്ടാകുന്ന ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു അച്ഛൻ കൊടുക്കുമ്പോൾ. ശരി, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞു അമ്മയുടെ അച്ഛൻ്റെയും വാക്കും കേട്ട് അനാമിക പോവുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് ദേവയാനി റൂമിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അനാമിക റൂമിലേക്ക് കയറി ചെന്നു. റൂമിലേക്ക് കയറി വന്നപ്പോൾ ആ മോള് വന്നോ എന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും നിർബന്ധിച്ചു പറഞ്ഞു ഇങ്ങോട്ട് പോരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ഞാനിവിടെ വന്നാൽ എന്നെ സ്നേഹിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്ന് അനാമിക പറയുമ്പം അങ്ങനെയൊന്നും മോള് കരുതണ്ട. ഒരു സമയത്ത് ഇതിനേക്കാളും മോശമായിരുന്നു നയനയുടെ ആദ്യത്തെ അവസ്ഥ എന്ന് ദേവയാനി പറയുക കേട്ടോ. എന്നിട്ട് ഇപ്പം എന്തായി, ആദർശനും നയനയ്ക്കും ഒരു നിമിഷം കൂടി പിരിഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കും തന്നെ വേണ്ടാന്നുള്ള രീതിയിൽ പറയുവാണ് നമ്മുടെ അനാമിക.
അപ്പോൾ കല്യാണത്തിന് മുൻപ് അയാൾ ഒരു കുഞ്ഞിനെ വരെ ജനിപ്പിച്ചു, എന്നിട്ടും അവൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം പിന്നെ അവളെ അങ്ങേർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമെന്ന് മനസ്സിലിതേ അനാമിക നേരം ചിന്തിക്കുക കേട്ടോ. പിന്നെ മോളെ, ഞാൻ മോള് വരുമ്പോൾ ഒരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് കണ്ണായ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി ഒരു 10-12 സെൻറ്റ് സ്ഥലം കാണിച്ചായിരുന്നല്ലോ, അവിടെ വീട് വയ്ക്കുന്ന കാര്യം എന്തായെന്ന് ചോദിച്ചു അനാമികയോട് ദേവയാനി. ഇവള് വന്ന് കയറിയപ്പോൾ തൊട്ട് തുടങ്ങി നമ്മുടെ ദേവയാനി ഇവളെ ചൊറിയാനായിട്ട്. എന്നിട്ട് ഇവളുടെ ഭാവമൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ദേവയാനി ശ്രദ്ധിക്കുക കേട്ടോ. അനാമിക നിന്ന് ആലോചനയും തുടങ്ങി. അന്ന് നിങ്ങൾക്ക് നല്ലൊരു വീട് പണിത് തരണമെന്നൊക്കെയാണ് മോളോട് അച്ഛൻ പറഞ്ഞതേ എന്നൊക്കെ പറഞ്ഞിരിക്കുതേ അനാമിക. ഞാനും അനിയും തമ്മിൽ ഇപ്പം അത്ര നല്ല രീതിയിലല്ലല്ലോ വലിയമ്മ ജീവിക്കുന്നത്, അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇനിയിപ്പോൾ വീട് പണി കുറച്ച് സാവകാശം മതിയെന്ന് വെച്ചത്. അല്ല, അന്ന് അനിയോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ സ്വർണം വിറ്റിട്ട് ആ പ്രോപ്പർട്ടി വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കുക അനാമികയെ. ദേവയാനി ഇവളെ അവിടെ ഇട്ട് ഇങ്ങനെ പിച്ചി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ പേരിലല്ലേ വലിയമ്മ വാങ്ങിച്ചിരിക്കുന്നത്, അല്ലാതെ അവിടെ കൺസ്ട്രക്ഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് ആ പറമ്പ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്കൊന്നുകൂടി അവിടം വരെ ഒന്ന് പോയാലോ? അല്ല അത് പിന്നെ അവിടെ വീട് വിൽക്കുകയാണെങ്കിൽ സാമ്പത്തിക സഹായം ഞങ്ങളും ചെയ്യാം, അതുകൊണ്ട് ആ പ്രോപ്പർട്ടി ഒന്നുകൂടി വല്യമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പം അയ്യോ, പിന്നെ ഞാനും ഇങ്ങോട്ട് പോയിട്ടില്ല വല്യമ്മേ, അല്ലാതെ വേറെയും കുറച്ച് പറമ്പുകളൊക്കെ മോളുടെ പേരിലുണ്ട്, മോളുടെ അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ എന്ന് ദേവയാനി പറയുമ്പം ഒരുപാട് സ്ഥലത്തുണ്ട് വല്യമ്മ, എവിടെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്ന് ദേവയാനിയോട് ഈ അനാമിക പറഞ്ഞു തടി തപ്പാൻ നോക്കുമ്പോൾ എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം മോളെ എന്ന് ചോദിച്ചു. ശരി, ഞാൻ അച്ഛനോട് വിളിച്ച് വിവരം പറയാവേ. അതും പറഞ്ഞു ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോയി. ഇവളെ അവിടെ നിന്ന് തൂക്കി എറിയാനുള്ള എല്ലാ പണികളും നമ്മുടെ ദേവയാനി പണിത് തുടങ്ങിയിരിക്കുന്നു. ദേവയാനി രണ്ടും കൽപ്പിച്ച ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് രേവതിയുടെ ഫോണിലേക്ക് മകളുടെ കോള് വന്നു. അമ്മേ മൊത്തം പ്രശ്നമായെന്ന് പറഞ്ഞു. എന്തു പറ്റി മോളെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നെ, എല്ലാ കുരുക്കും ഉണ്ടാക്കി വയ്ക്കുന്ന ആളുണ്ട് അവിടെ, അമ്മയുടെ ഭർത്താവെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണുചേട്ടൻ ഇറങ്ങി വരിക. അപ്പോൾ വേണുചേട്ടൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് അമ്മ അച്ഛൻ്റെ ഇലയ്ക്ക് കൊടുത്തു. മോളാ പിന്നെ എന്തെങ്കിലും കുഴപ്പം ചെന്ന് ഉണ്ടാക്കിയ അവള് എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കൊടുത്തു. ഹലോ മോളെ പറഞ്ഞോളാൻ പറഞ്ഞു. ഇവിടെ കുഴപ്പമേ ഉള്ളൂ എന്ന് മോള്. എന്തു പറ്റി മോളെ? സ്വർണം വിറ്റത് പ്രോപ്പർട്ടി വാങ്ങാനാണെന്ന് അച്ഛൻ അനിയുടെ വല്യമ്മയോട് പറഞ്ഞില്ലായിരുന്നോ? ആ പ്രോപ്പർട്ടി അവർക്കൊന്നുകൂടി കാണണമെന്ന്. പടച്ചോനെ കഴിഞ്ഞല്ലോ, അതൊന്നിനും അവർ വീണ്ടും കാണുന്നുവെന്ന് അച്ഛൻ മോളോട് ചോദിക്കുക. അപ്പം അതൊന്നും എനിക്കറിയാൻ പാടില്ല, അച്ഛൻ എത്രയും പെട്ടെന്ന് അത് കാണാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു അനാമിക. അയ്യോ, അവർ രണ്ടും കൽപ്പിച്ചാണല്ലോ മോളെ എന്ന് പറയുമ്പോൾ അതെ, രണ്ടും കൽപ്പിച്ച കള്ളത്തരം കയ്യോടെ പൊക്കാൻ അവർ നോക്കുന്നേ. അങ്ങനെയെങ്കിൽ എന്നെ ഇവിടുന്ന് മൂടോടെ പിഴുതെറിയും അവരും അവരുടെ മരുമോളും കൂടെ ചേർന്ന്. അങ്ങനെ മോളെല്ലാം ഇട്ടെറിഞ്ഞേച്ച് അവിടുന്ന് ഇറങ്ങി പോരേണ്ട കാര്യമൊന്നുമില്ല. പോര് തുടങ്ങുകയാണെങ്കിൽ നമുക്കും തുടങ്ങാം. എൻ്റെ ഇവിടുത്തെ ജീവിതം കഷ്ടപ്പാടാ അച്ഛാ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കാണിച്ച് ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ നോക്കാൻ പറഞ്ഞു. ശരി മോള് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനെന്തെങ്കിലും ചെയ്തോളാം. ശരിയെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അനാമിക. എന്നിട്ട് ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു. എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.